ഫീലിംഗ് ഒന്ന് അദ്ദേഹവുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, ഇന്ന് കേരളത്തിൽ നാച്ചുറോപ്പതി യോഗ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന 5 വർഷത്തെ BNYS ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്ന് പറഞ്ഞ 5 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം അംഗീകൃത യൂണിവേഴ്സിറ്റി ബിരുദമുള്ള ഡോക്ടറേറ്റ് സംഘടനയാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു കൂട്ടം പൊയ്മുഖങ്ങൾ, വ്യാജന്മാർ, നാച്ചുറോപ്പതി, യോഗ, അക്യുപഞ്ചർ. ഈ കഴിഞ്ഞ മാസം കരമനയിൽ ഒരു അമ്മയും കുഞ്ഞും വ്യാജ അക്യുപഞ്ചർ ചികിത്സയെ തുടർന്ന് മരണപ്പെടുകയുണ്ടായി. ഇതിനെതിരെ ഇവിടെ സർക്കാരുകളുടെ വളരെ ശക്തമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. അങ്ങ് ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യണം. അതൊന്ന്. 2, ഇതേപോലെ തന്നെ നാച്ചുറോപ്പതിയുടെ ഭാഗമായിട്ടാണ് കാലാകാലങ്ങളിൽ യോഗ ഇവിടെ ഒരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്നാണ് ഞങ്ങളുടെ സിസ്റ്റത്തിന്റെ പേര് തന്നെ. ഇന്ന് ഈ യോഗയെയും നാച്ചുറോപ്പതിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മൂന്നാമതായി ഞങ്ങളുടെ ഒരു ആവശ്യം, കേന്ദ്ര സർക്കാർ ഇപ്പോൾ അക്യുപഞ്ചറിന് വേണ്ടി ഒരു കൗൺസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഈ കൗൺസിലിൽ BNYS പ്രതിനിധികൾ തീർച്ചയായിട്ടും ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇതിനു വേണ്ടിയിട്ടുള്ള പാർലമെന്റിലെ ചോദ്യങ്ങളടക്കമുള്ള രേഖകളിലെ കോപ്പികൾ കൂടി അങ്ങയുടെ സമക്ഷം ഹാജരാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള റെലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ ഞങ്ങൾ ഈ ഒരു മെമ്മോറാണ്ടത്തിന്റെ കൂടെ ഇത് ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ പരിഗണിക്കണം എന്നൊരു അഭ്യർത്ഥന. അങ്ങയുടെ മറുപടി വെരി ക്വിക്കായിട്ട് പ്രതീക്ഷിക്കും. ഞാൻ ഇതിപ്പോ നമ്മൾ വരുമ്പോൾ ഡിസ്കസ് ചെയ്ത ഇഷ്യൂ ആണ്. എങ്ങനെയാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫ്രോഡുലന്റ് ഫ്ലൈ ബൈ നൈറ്റ് പ്രാക്ടീഷണേഴ്സ് ഇതിനെ എങ്ങനെയാണ് വീഡ് ഔട്ട് ചെയ്യേണ്ടത്. അതൊരു ലെജിറ്റിമേറ്റ് കൺസേൺ ആണ്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു കൺസേൺ ആണ്, താങ്കൾക്ക് ഒരു കൺസേൺ ആണ്. ഞാൻ ഈ റെപ്രസെന്റേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഇതിന്റെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു ഗ്യാരണ്ടി നൽകുന്നു ഞാനൊരു.